ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആമേൻ ഈ ദൈവവചനത്തിൽ നിന്ന് ചെറിയ ഭാഗം നമുക്ക് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യേശു കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടിയ വഴി. അപ്പം ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയത്തില്ല, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മൾ പാർട്ടായിട്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ നമ്മൾ ഈ ആത്മലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നമ്മൾ പഠിക്കും, മനസ്സിലാക്കും, അനുഭവിക്കും. അപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്നത് മുതലേ നമ്മളിപ്പോൾ ഈവൻ ആത്മീയ സഭകളിൽ നിന്ന് മാത്രമല്ല, ഏത് ചർച്ചുകളെ നോക്കിയാലും സങ്കീർത്തനം 1 എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു പാർട്ടാണ്. എല്ലാ കുട്ടികളും കൊച്ചു പ്രായം തൊട്ടേ പഠിക്കുന്ന. ഇപ്പോൾ ഞാൻ എൻ്റെ മോക്ക് ഇത് പറഞ്ഞു കൊടുക്കും, വെറുതെ ഇരിക്കുമ്പോൾ പറയും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം 1, സങ്കീർത്തനം 23, സങ്കീർത്തനം 91. ഈ 3 ഏകദേശം എല്ലാവരുടെയും മനസ്സിനകത്തും ഉണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ 6 വാക്യങ്ങളുണ്ട്. ഈ 6 വാക്യവും നമ്മുടെ അകത്ത് എത്രത്തോളം ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇപ്പം നമ്മൾ പഠിച്ചു, പക്ഷേ നമ്മളെ ജീവിതവുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്തി കൊണ്ടുവരാം. പക്ഷെ പലരുടെയും ജീവിതത്തിൽ പഠിക്കും, അറിയും, അകത്തും സൂക്ഷിക്കും, പക്ഷെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് എടുത്തുപയോഗിക്കാൻ കഴിയാതെ ആയിത്തീരാറുണ്ട്. അവിടെയാണ് സാത്താൻ ഒരു ദൈവ പൈതലിനെ വഞ്ചിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഈ 6 വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഒന്നൊന്നായിട്ട് അതിനെ ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവം ഈ ഭാഗം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നമ്മൾക്ക് ഏതോ പരീക്ഷണം വരാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഈ ഭാഗം ഇന്നൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളിലൂടെ ഉപയോഗിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനം നമ്മളോട് ഇടപെടത്തില്ല. അതിന് ഇടപെട്ടെങ്കിൽ അതിനൊരു ക്രിയയുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അതാ പറയുന്നത്. വചനം പറയുന്നത്, ദൈവം എന്താ പറയുന്നത് പ്രവചന പുസ്തകത്തിൽ? എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതിൻ്റെ പ്രവൃത്തി നടത്താതെ തിരിച്ചു വരത്തില്ല. പ്രവൃത്തി നടത്തിയിട്ടേ വരും, അത് പുറപ്പെട്ടെങ്കിൽ. ഹല്ലേലൂയ. ഓക്കെ. അപ്പം ഒന്നാമത്തത് വായിച്ച സിസ്റ്റർ. ഉണ്ടോ? അപ്പോൾ ഇവിടെ പറയുകയാണ് 3 കാര്യങ്ങൾ അരുത് എന്ന് പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ. മോനെ അവിടെ എന്താ? 3 കാര്യങ്ങൾ അരുത് എന്ന് പഠിപ്പിക്കുന്നു. 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഫസ്റ്റ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം ഏത് കാര്യത്തിൽ നടക്കാൻ പാടില്ല? ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നമ്മൾ നടക്കാൻ പാടില്ല. അർത്ഥം, ഈ ഭൂമിയിൽ ദുഷ്ടരുമുണ്ട്, ദുഷ്ടരല്ലാത്തവരും ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം, അല്ലേ? ദൈവം പറയുന്നതിൻ്റെ സാരം. ദുഷ്ടന്മാരും ഉണ്ട്, ദുഷ്ടതയില്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ദുഷ്ടരാവാൻ പാടില്ല. ഇനി നമ്മളെ തന്നെ നമ്മൾ ദുഷ്ടരാകാതെ സേഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ ദുഷ്ടരുണ്ട് ലോകത്ത്. അപ്പം അവരെ വഴിയിൽ നമ്മൾ നടക്കാൻ പാടില്ല. കണ്ടോ? ആദ്യം നടക്കരുത്. ഇനി പാപികളുടെ വഴിയിൽ നമ്മൾ നിൽക്കരുത്. പാപം ചെയ്യുന്ന ഇന്ന വ്യക്തി പാപം ചെയ്യുന്നു എന്ന് നമ്മൾക്ക് പൂർണ്ണ ബോധ്യം വന്ന് വല്ലവരും പറഞ്ഞിട്ടേ നമ്മൾ, അല്ലേ, പറയുന്നവർക്ക് എന്ത് വേണോ പറയാം, അല്ലേ? ഇപ്പം ഒരു മനുഷ്യൻ്റെ ഔട്ടുകളിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ആയിരിക്കും, ഇവരങ്ങനെ ആയിരിക്കും, എന്ത് വേണോ, എന്ത് പാപം പ്രവൃത്തി ഇവർ ചെയ്ത് ജീവിക്കുന്നെന്നും പറഞ്ഞുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതല്ല, നമ്മൾക്ക് എന്താണ്? നമ്മൾക്ക് ഉത്തമ ബോധ്യം വരണം, ഇന്ന വ്യക്തി പാപപ്രവൃത്തിയിൽ അകപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് പാപികളോട് വഴിയിൽ ഞാൻ പോയി നിൽക്കാൻ പാടില്ല. അർത്ഥം, പാപികളുടെ ജീവിതത്തിനകത്തോട്ട് നമ്മൾ പോയി നിൽക്കാൻ പാടില്ല. അപ്പോൾ 3-മത്തും കൂടെ പറഞ്ഞിട്ട് ഞാനിത് ക്ലിയർ ചെയ്ത് തരാം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പം നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്. ഇതാണല്ലോ നമ്മൾ ഡെയിലി ചെയ്യുന്നത്. ഒന്നേ ഇരിക്കും,
അല്ലെങ്കിൽ നിൽക്കും. നിങ്ങൾ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് അറിയല്ലേ, കൂടുതൽ നിൽക്കണം. ഒന്നേ ഇരിക്കും, അല്ലെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ നടക്കും. ഈ 3 കാര്യമാണ് നടക്കുന്നത്. പിന്നെ എപ്പോഴേലും ഒന്ന് കിടക്കും അല്ലേ. ഈ 4മത്തെ കാര്യം കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യം ഈ 3 കാര്യവും. ഇതേ 3 കാര്യം വെച്ച ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നീ നീ എപ്പോഴെങ്കിലും നടക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്, നടക്കരുത്. കണ്ടോ? അപ്പം നടത്തത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും, ഇരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവും, നിൽക്കുന്നതിനെ കുറിച്ച് പറയാം. അതാണ് ഇത്. നടക്കുന്നത് ഇരിക്കുന്നതും പോകുന്നതല്ല, ഇത് നമ്മുടെ ജീവിതം. അപ്പം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കരുത്. അപ്പം നമുക്ക് ആലോചന പറയുന്നത് ആര്? അതാണ് ഇവിടെ പ്രധാന കാര്യം. നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ആളാരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഒരാൾ നമുക്കൊരാലോചന പറയാൻ വരെയാണ്. അപ്പോൾ ആലോചന പറയാൻ വരുന്ന വ്യക്തി ദുഷ്ടനാണോ, നല്ലതാണോ, ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തിയാണോ, നേരാവണ്ണം ജീവിക്കുന്നൊരു വ്യക്തിയാണോ എന്ന് ആദ്യം വിവേചിച്ചറിയണം. ആ വ്യക്തി ദുഷ്ടത്തനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കൊണ്ടുവരുന്ന ആലോചന അങ്ങനെ ഉള്ളതായിരിക്കും അല്ലേ. ഈ ദുഷ്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആദ്യമേ പോയി അവർ ദുഷ്ടരാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ആലോചന കൊടുക്കത്തില്ല. നല്ല ആലോചന പോലെ കൊണ്ടുവരും. പക്ഷേ അവസാനമായിരിക്കും അവർ ഏതു മനുഷ്യരോ അതേപോലത്തെ ആലോചന തന്നെ അവരിലിരിക്കും. ശരിയല്ലേ? ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ആലോചന കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള ആലോചനയല്ലേ കൊടുക്കത്തുള്ളൂ അല്ലേ. വേറെ വെളിയിൽ നിന്നും എടുക്കത്തില്ല. നിങ്ങളുടെ അകത്ത് എന്ത് ആലോചന ഇരിക്കുന്ന അത് എൻ്റെ കൊച്ചിന് ഞാൻ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ദൈവികപരമായി ചിന്തിച്ചാലും അല്ലാതെ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരാലോചന കൊടുക്കുന്ന വ്യക്തി ദുഷ്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആലോചനകളെല്ലാം ദുഷ്ടതരമാണ്. തുടക്കം ഭയങ്കര ആത്മീയത പോലെയും ഭയങ്കര ദൈവമായിട്ട് ബന്ധമുള്ളതുപോലെയൊക്കെ കാണിക്കും. ആ സാമർഥ്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണോ കാണിക്കാം അല്ലേ. സംസാരവും വാക്സാമർഥ്യവും കുറച്ച് കഴിവൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. നമ്മുടെ സാറ് ക്ലാസ് എടുക്കാൻ റിട്രീറ്റ് നടത്താൻ വന്നപ്പം ജെയ്സൺ സാറ് പറഞ്ഞു ചിലർക്ക് ജന്മസിദ്ധമായ കുറേ വരങ്ങളുണ്ട്. ജന്മസിദ്ധമാണ് അല്ലേ, പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു സാമർഥ്യം. അപ്പം അത് ഒരിക്കലും ദൈവാത്മാവല്ല, അതൊരു കഴിവാണ് അവരുടെ. പക്ഷെ അത് ദൈവാത്മാവെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അത് ശരിയായിരിക്കാം, കാരണം അവരെ കഴിവിൽ നിന്ന് അവർ പറഞ്ഞതാണ്. അതൊക്കെ അത് ഒരു പക്ഷേ ശരിയാവാൻ തെറ്റാവാം, പക്ഷെ അതൊരിക്കലും ദൈവാത്മാവെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ എന്താണ് വിഷയം? ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന ആലോചന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അല്ലാതെ ദുഷ്ടനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദുഷ്ടയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇന്നൊരു വ്യക്തിക്ക് ദൈവികമായ ആലോചന കൊടുക്കാൻ സാധിക്കില്ല. ദൈവികം പോലെ ഇരിക്കും. പക്ഷെ ഫൈനൽ ആ മറ്റേ വ്യക്തിയിൽ, ഈ വ്യക്തിയിൽ എന്താണ് ദുഷ്ടത്തരം ഇരുന്നത് അത് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. പക്ഷേ അവസാനമായിരിക്കും പലർക്കും അത് മനസ്സിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവം എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ കയ്യിൽ കർത്താവ് ഇത് എഴുതി തന്നു അല്ലേ. നമ്മളിപ്പോൾ എന്താ ഒരു ദൈവബന്ധന പഠിപ്പിക്കുന്നത്? കുഞ്ഞേ, നീ എന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നീ നടക്കരുത്. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കണമെങ്കിൽ ദുഷ്ടനാണോ അല്ലയോ എന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന ഒരു ദൈവകൃപ നമ്മിലുണ്ടായിരിക്കണം. നമുക്കൊരു ദൈവിക ബന്ധം ഉണ്ടായിരിക്കണം. നമുക്കൊരു ദൈവിക ബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവം നമുക്ക് പറഞ്ഞു തരും, ഇത് ആരാ ഇപ്പം നിനക്ക് ആലോചന പറയാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചതിക്കപ്പെടും. അപ്പം ഇങ്ങനെ കർത്താവ് എഴുതി തന്നിരിക്കെ നമ്മൾ ഒരു ദുഷ്ടൻ്റെ ആലോചനയും കേട്ടിട്ട്
നമ്മൾ ഫൈനൽ എല്ലാം തിരിച്ചറിഞ്ഞു അല്ലേ, എല്ലാം തിരിച്ചറിയുന്ന ഇത് എനിക്ക് ദുഷ്ടനാണ് ആലോചന പറഞ്ഞത്. പക്ഷേ അത് അവസാനം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പെടേണ്ടടുത്തെല്ലാം നമ്മൾ പെട്ടുപോയി, അങ്ങനത്തെ ദുഷ്ടന്മാരുടെ ആലോചന കേട്ട്. പക്ഷേ ഇപ്പം നമുക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം വരാത്ത അളവിലായിരിക്കും അത്. അപ്പം നമ്മൾ പിന്നെ അവസാനം ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണ്. ഓൾറെഡി ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. അവസാനം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ദൈവമേ അയാൾ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ദൈവമേ അയാൾ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ തെറ്റല്ലല്ലോ. ഇങ്ങനെയല്ലേ ഹവ്വയും മറ്റേ ആദമും ഇവരെല്ലാവരും ഒക്കെ ചെയ്തത് അല്ലേ? ഇനി ഇപ്പം നമ്മൾ പറയുന്ന ദൈവത്തോട് പറയുന്ന ന്യായം കണ്ടോ? ശരിയല്ലേ? എനിക്കെങ്ങനെ അറിയാമായിരുന്നു അത് ദുഷ്ടനാണോ അല്ലേ ആണെന്ന്? എനിക്കറിയില്ലായിരുന്നു ദൈവമേ, ഞാൻ പെട്ടുപോയി. ഇപ്പം എൻ്റെ തെറ്റല്ലല്ലോ, അയാൾ എന്നെ വഞ്ചിച്ചതാണല്ലോ. പക്ഷേ ഇത് ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ദൈവം ഒരു ന്യായമായിട്ട് കണക്കിടുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞ് നമ്മുടെ കൈ തന്നു കഴിഞ്ഞു. നമ്മളൊരു ദൈവ പൈതലാവുമ്പം നമ്മുടെ കൈ കിട്ടി. ഇത് വായിക്കുകയോ ഇതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുകയോ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയോ എന്താണ് ദൈവത്തോട് പോയിരുന്ന് ഒരാലോചന ചോദ്യം, അമ്മേ ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ജീവിക്കാനുള്ള ശക്തി എനിക്ക് തരണം, ബലം തരണം, ജ്ഞാനം തരണം, ഇതൊന്നും നമ്മൾ ചോദിക്കാതെ നമ്മൾ എന്ത് ചെയ്തു? പെട്ടു. ഇപ്പം പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ അടുത്ത് പോയി നമ്മളെ ന്യായീകരിക്കാൻ പോയാൽ ദൈവം നമ്മളടുത്തൊരു ചോദ്യം ചോദിക്കും. ദൈവം ചോദിക്കും, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ? ഞാൻ ന്യായപ്രമാണം ഇതൊക്കെ നിനക്ക് എഴുതി തന്നില്ലേ? അതിനകത്തതാ എടുത്ത് നോക്ക്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ആദ്യം ദുഷ്ടനെ തിരിച്ചറിയണോ വേണ്ടേ? തിരിച്ചറിയണം. അപ്പം നിനക്കാരുമായിട്ട് ബന്ധം വേണം? ആദ്യം ദൈവമായിട്ട് ബന്ധം വേണം. ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ വചനപ്രകാരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ വചനപ്രകാരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിയതേ മക്കളെ, ഇങ്ങനെയാണ് വചനപ്രകാരം പ്രാർത്ഥിക്കേണ്ടത്. വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകാനുള്ള പ്രാർത്ഥന. അപ്പം ഇപ്പം ഈ വചനം എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഞാനൊരു ദൈവപൈതലാണ്, ഞാൻ നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആലോചന ഞാൻ കേൾക്കാൻ പാടില്ല. അപ്പം എനിക്ക് ആദ്യം ഞാൻ വരുന്ന വ്യക്തി, എനിക്ക് ആലോചന പറയാൻ വരുന്ന വ്യക്തി ദുഷ്ടനാണെന്ന് ഞാൻ തിരിച്ചറിയണം. ഇതിനെനിക്കൊരു ജ്ഞാനം വേണം, ഇതിനെനിക്കൊരു വിവേചനം വേണം, ഇത് ദൈവത്തിൽ നിന്ന് കിട്ടണം എനിക്ക്. അപ്പം എൻ്റെ പ്രാർത്ഥന, ദൈവമേ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്നൊരു ജ്ഞാനവും അറിവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയിട്ട്, നേരത്തെ എനിക്ക് ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അതായത് ഇപ്പം നമ്മളോട് ഒരാൾ കള്ളം പറയുന്നു, അല്ല ഇതേപോലെ ഒരു ദുഷ്ടമായ ഒരു ആലോചന പറഞ്ഞു തരുന്നു, നമുക്കറിയത്തില്ല പറഞ്ഞു തരുന്ന ആൾ നല്ലതാണോ ചീത്തയാണോ, ഇത് ദുഷ്ടമാണോ, ഒന്നും അറിയത്തില്ല. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ അറിയും, എങ്ങനെയെങ്കിലും പിന്നത്തേതിൽ അറിയും. പക്ഷെ പിന്നത്തേതിൽ അറിയുമ്പം എനിക്ക് എൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇപ്പം ഞാനിപ്പോൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഇപ്പം നമ്മളെ ഒരാൾ വഞ്ചിച്ചതല്ലേ, അപ്പം വഞ്ചിച്ചതെങ്കിൽ ഇപ്പം അതിനകത്ത് നമ്മൾ ഇൻവോൾവ് അല്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടോ? ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. അപ്പം ഒരു ദിവസം ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവം എനിക്കൊരു വചനം വെളിപ്പെടുത്തി തന്നു. വചനം എടുത്ത് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം. ഈ വചനം എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കർത്താവ് ഈ ഒരു തെറ്റിൽ നിന്ന് എന്നെ തിരിച്ചുവിട്ട വചനമാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. മത്തായി 7:15. ആ ഒരു മിനിറ്റ്. അപ്പൊ ഈ വചനം എനിക്ക് കർത്താവ് തന്നു. ഈ വചനം അപ്പം ഞാൻ ഈ വചനം ഫുള്ള് ഞാൻ ആദ്യമേ മുഴുവനും വായിച്ചു. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞത് സൂക്ഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ ഒരു ഉണ്ടോ? സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് ദുഷ്ടനായാലും ശരി, കള്ളപ്രവാചകരായാലും ആരായാലും ശരി, നെഗറ്റീവായിട്ട് ദൈവത്തിൽ നിന്നല്ലാതെ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെ. സൂക്ഷിക്കണം. അപ്പൊ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഉള്ളവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കെ നിങ്ങളത്
അവരുടെ വലയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതിന് പകരം നിങ്ങൾ പോയി വീണതിന് നിങ്ങളുടെ അടുത്തല്ലേ കണക്ക് ചോദിക്കുള്ളൂ. എന്നോട് ദൈവം ചോദിക്കുക, നിന്നോട് ഞാൻ പറഞ്ഞു, ഇത് കർത്താവ് പറഞ്ഞതല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞു എന്താണ്, ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. അപ്പം നീ സൂക്ഷിച്ചില്ല, നീ സൂക്ഷിക്കാത്തത് കൊണ്ട് നീ വീണു അവരുടെ വലയിൽ, അല്ലെങ്കിൽ ആ ദുഷ്ടമായ ആ പ്രവൃത്തിയിലും ആലോചനയിലും വീണു. അപ്പം അങ്ങനെ വീണത് കൊണ്ട് ഇപ്പം നിനക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, ഇപ്പം എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, അയ്യോ അവരെന്നെ വഞ്ചിച്ചതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിന്നോട് ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യം നീ സൂക്ഷിച്ചോ. നീ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നീ വീണത്. അപ്പം തെറ്റാരുടേത്? എൻ്റെ തെറ്റിനത്. അപ്പം എന്നോടല്ലേ കണക്ക് ചോദിക്കണം. മറ്റേ ആളോട് ചോദിക്കുന്ന വേറെ കാര്യത്തിന്, അത് ദൈവം ചോദിച്ചോളൂ. പക്ഷേ എന്നോട് കണക്ക് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ കുറ്റക്കാരാണ്. ഇത് എൻ്റെ കയ്യിൽ തന്നിരിക്കെ, ഈ സത്യങ്ങളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കെ ഞാൻ സൂക്ഷിക്കാതെ പോയി അല്ലേ. ഇനി വേറെ വചനങ്ങളിൽ നിറയെ വചനം, വഞ്ചിക്കപ്പെടരുത് അല്ലേ, ചതിക്കപ്പെടരുത്. അപ്പം ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം സൂക്ഷിക്കാതെ, നമ്മൾ ജാഗ്രതയില്ലാതെ നമ്മൾ എന്താണ് പോയി അകപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ഒരു ന്യായീകരണവും പറയാൻ വ്യവസ്ഥയില്ലെന്നെല്ലാം പറ്റൂല. ദൈവത്തിന് മുന്നേ അത് വില പോവില്ല അല്ലേ. ദൈവം നീതിമാനല്ലേ, നീതിമാനായ ദൈവം. നമ്മൾ സ്വർഗരാജ്യത്ത് പോകുമ്പോഴും അന്ത്യന്യായവിധിയിൽ ഇത് വെച്ചാണ് ന്യായം വിധിക്കുന്നത്, ഇത് വെച്ചാണ് ന്യായം വിധിക്കുന്നത്. അപ്പം ഇപ്പോഴും കർത്താവ് അത് തന്നെ ഒരു ദൈവപൈതനോട് ചോദിക്കും, എനിക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു, നീ ഇതെല്ലാം വെച്ച് പൂട്ടിക്കെട്ടി വെച്ചിട്ട് നീ പോയി ഏതെങ്കിലും ചതിക്കുഴിയിൽ വീണിട്ട് അയ്യോ ഞാൻ വീണു, അവരെല്ലാം കൂടി എന്നെ ചതിച്ചതാണ് എന്ന് പറയാനല്ല, നീ ചതിക്കപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അർത്ഥം നമുക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധം ഉണ്ടായിരിക്കണം. അവിടെയാണ് ഇതുപോലത്തെ ചതിക്കുഴികളിൽ നമ്മൾ അകപ്പെടാതെ നമ്മൾ രക്ഷപ്പെടുന്നത്. ദുഷ്ടൻ്റെ ആലോചന കേൾക്കുമ്പോഴേ നമുക്ക് അകത്തിരുന്ന ഒരാൾ പറഞ്ഞു തരും. കാരണം നമുക്ക് ബന്ധമുണ്ട്. നീ പൊന്നു മക്കളെ, ഇയാളിങ്ങനെ വരും, ഒരു ആത്മീയ കാര്യം പോലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 എല്ലാ സത്യം പോലെ ഇങ്ങനെ കറങ്ങി അടിച്ച് വരും. പക്ഷേ എന്താണ് അവൻ്റെ ഫൈനൽ എന്താണ്, നിങ്ങളെ എന്താണ് ചീറ്റ് ചെയ്യും. അതുകൊണ്ട് തുടക്കത്തിൽ ആളെ നോക്കി വെച്ചോ. വേണ്ട, മനസ്സിലാവുന്നോ? അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് രക്ഷപ്പെടുന്നവരാ. എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. എന്താ, നമ്മളെ കാര്യം നമ്മൾ നോക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പോകുന്നു വരുന്നു, ഓക്കെ. പക്ഷേ ഒരു ചതിക്കുഴിയിൽ അകപ്പെടാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധം നമുക്ക് ദൈവമായിട്ടൊരു പ്രാർത്ഥനയും ബന്ധവും ഇല്ലെങ്കിൽ നമ്മൾ വീണു. അപ്പം ദുഷ്ടൻ്റെ ആലോചന നമ്മൾ തിരിച്ചറിയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ദുഷ്ടൻ ആലോചനയുമായി വരുമ്പം തിരിച്ചറിയണം. എനിക്ക് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ദുഷ്ടൻ്റെ ആലോചന നിങ്ങൾ നടക്കരുത്. അപ്പം നമ്മൾ ആ ആലോചന കേട്ടല്ലേ പിന്നെ നമ്മൾ ജീവിക്കാൻ പോകുന്നേ അല്ലേ, മുന്നോട്ട് നമ്മുടെ അത് കൊണ്ടുപോകും നമ്മൾ. പക്ഷേ നമ്മൾ നോക്കണം, അവർക്ക് എന്ത് ദൈവിക ബന്ധമുണ്ട്, അവർ ദൈവമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് വല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ, അല്ല വെറുതെ ആക്ടിങ് ആണോ. ദൈവമേ ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം ദൈവമേ, ഞാൻ പോയി ഇവരുടെ വലയ്ക്കകത്തൊന്നും പോയി വീഴല്ലേ ദൈവമേ, ഉണ്ടോ. അപ്പം നമ്മൾക്ക് യഥാർത്ഥമായിട്ട് ദൈവവുമായിട്ട് ആ ബന്ധം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈവിടുമോ? നല്ല ഇതേപോലത്തെ വലയിൽ പോയി അകപ്പെടാൻ ദൈവം നമ്മളെ വിട്ടുകൊടുക്കുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. എന്നാൽ പിന്നെ ദൈവം മുഖവശമുള്ള ആളാണ് അല്ലേ. എന്നാൽ പിന്നെ ദൈവം വഞ്ചിക്കുന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവവുമായിട്ടൊരു ബന്ധം വെച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ദൈവം പറഞ്ഞു നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മളെ നടത്തും. അപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരുപാട് വട്ടം മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഗിദേൻ പാസ്റ്റർ ഒത്തിരി ആൾക്കാരെ ഒറ്റ നോട്ടത്തിൽ മുഴുവൻ സ്വഭാവം പറഞ്ഞു തരും എനിക്ക്. പക്ഷെ ഞാൻ അവരുടെ ഒരു ദിവസമേ അവരെ മുഖം കണ്ടുള്ളൂ. പക്ഷെ എന്താണ്, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ആളിങ്ങനെയാണെന്ന് പറഞ്ഞു തരും. പക്ഷേ അത് കുറേ ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം അവരെ കണ്ടപ്പോൾ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരിക്കും ഫൈനൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്ന അവർക്ക് ഒരു ദൈവമായിട്ടൊരു സീക്രട്ട് പ്രെയർ ഉള്ളതുകൊണ്ട് അവർക്ക് ദൈവം അത് എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നമ്മൾക്ക് എന്താണ്, എനിക്ക് ചിലപ്പോൾ അത്രത്തോളം വ്യക്തിപര പ്രാർത്ഥന ചിലപ്പം കുറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് അകപ്പെട്ട് വരുന്നത്. നമ്മളെന്ത് ചെയ്യും? അവരുടെ സ്പിരിച്വാലിറ്റി നോക്കാം. എന്താണ് ഇവരുടെ ആരാധനയും പാട്ടും അല്ലെങ്കിൽ അവരുടെ പറയുന്നതും അവരെ ആ ഒരു ഇതൊക്കെ കണ്ട അവരെ എന്താ പറയുക, വെളിപ്പെടുത്തൽ, അവരുടെ ആ ഒരു പ്രദർശനം ഒക്കെ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ്
നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. പക്ഷെ എന്തായിരിക്കും അവസാനം ഇത് തന്നെ, ആ പറഞ്ഞത് തന്നെ ശരി, അത് അങ്ങനെ ആക്യുറേറ്റായിട്ട് നടക്കും. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പേഴ്സണൽ പ്രേയറിൽ അത് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണ്, ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി ഇങ്ങനെ പുറമേ കാണിക്കുന്ന ആത്മീയതയല്ല നമ്മൾ നോക്കേണ്ടത്. വ്യക്തിയുടെ ജീവിതത്തെ ആദ്യം പഠിക്കണം. ആ വ്യക്തിയുടെ വാക്കുകളിൽ ആ വ്യക്തിയുടെ സ്വഭാവം അടങ്ങിയിരിക്കും. ഹല്ലേലൂയ. ആ വ്യക്തി ആത്മകാര്യം പറഞ്ഞാലും ആ വാക്കുകളിൽ ആ വ്യക്തിയുടെ സ്വഭാവം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കും. പിന്നത്തേതിൽ ഞാൻ അത് ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് എന്താ പറയുക, ആ ഒരു ഗിഫ്റ്റ് തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ച് ഞാനും മനുഷ്യനെ പഠിക്കാൻ ആരംഭിച്ചു. കാരണം ഈ ആത്മീയത കാണിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന വ്യക്തികളല്ല അത്. അവർ പറയുന്ന ആത്മീയ കാര്യത്തിൽ പോലും അവരാരാന്ന് വെളിപ്പെടും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. മക്കളെ, ഇവർ പറയണ ആത്മീയത നീ നോക്കണ്ട, പക്ഷെ ആ വാക്കുകൾക്കകത്ത് പോലും ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയെ നോക്ക്. ഹല്ലേലൂയ. ആമേൻ. അത് ദൈവമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിലേ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്താണ്, പിശാചി നമ്മളെ വഞ്ചിക്കും, കൊണ്ടുവരും. അതല്ലേ കർത്താവ് പറഞ്ഞേ, അന്ത്യകാലത്ത് ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കണ്ടോ, അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവും ഉണ്ട്, ദൈവത്തിൽ നിന്ന് വരാത്ത ആത്മാവും ഉണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം ദുഷ്ടൻ്റെ ആലോചന നമ്മൾക്ക് ഒട്ടും സ്വീകാര്യമല്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത് പഠിപ്പിക്കുകയാണ്. കണ്ടോ, ഈ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഏതാണ്? ദൈവം നമ്മളൊരു ചതിക്കുഴിയിൽ അകപ്പെടാൻ പിശാച് പരിശ്രമിച്ച് നമ്മളെ കൊണ്ടുപോയി വീഴ്ത്തിയാൽ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ഒന്നുമില്ല. കാരണം വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, സൂക്ഷിച്ചു കൊള്ളുവിനെന്നൊക്കെ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുരുങ്ങിപ്പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കി ഇത് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും ഒരു സൂക്ഷ്മത നമുക്ക് ഉണ്ടായിരിക്കും. ആത്മീയ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരനുഭവം. ഒരു വഞ്ചന വരുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ആരാഞ്ഞറിയുന്ന ഒരു ആത്മമണ്ഡലം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? രണ്ടാമത്തേത് രണ്ടാമത്തേത് പാപികളുടെ വഴിയിൽ നിൽക്കരുത്. അപ്പം പാപപ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളുടെ വഴിയിൽ പോയി നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അർത്ഥം അവരുടെ ജീവിതവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ അവരെ എന്താണ് നമ്മൾ വെറുക്കണമെന്നാണോ, അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെയൊന്നുമല്ല. അവർ ചെയ്യുന്ന പാപപ്രവൃത്തി നമ്മിലേക്ക് വരുന്ന അളവിൽ അവരുമായി ബന്ധം വയ്ക്കരുത്. പിടികിട്ടുന്നോ? ഇപ്പോൾ ഒരിക്കൽ ഒരു മകനായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മകൻ പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു ആൻറ്റി, അവിടെ എന്താണ് ദിവസവും പുരുഷന്മാർ വരുന്നു, അവിടെ ഒരു വ്യഭിചാരക്രിയയാണ് നടക്കുന്നത്. പക്ഷേ എനിക്കെപ്പോഴും മനസ്സിലൊരാത്മഭാരം, എന്താണ്, ആ വ്യക്തി എങ്ങനെയെങ്കിലും ദൈവഭാഗത്തോട്ട് കൊണ്ടുവരണം. അപ്പം അതിനു വേണ്ടി ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നി ആ വീട്ടിൽ പോയി അവരുടെ അടുത്തൊന്ന് സംസാരിക്കാം, യേശുവിനെ കുറിച്ചൊക്കെ പറയാം, അവരെ ദൈവത്തോടെ അടുത്ത് കൊണ്ടുവന്ന് സഭയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം പോയി. പക്ഷെ ഒരു ദിവസം പോയപ്പോൾ എന്തായി, ഈ വ്യക്തിയിലിരുന്ന ദൈവികത്വം അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല, അവിടെ ഇരുന്ന ജഡീകത്വം ഇങ്ങോട്ട് കൈമാറി. അവിടെയുള്ള മോഹവലയത്തിനകത്ത് വ്യക്തി വീണു. കണ്ടോ, രക്ഷപ്പെടുത്താൻ പോയതായിരുന്നു. അപ്പം പാപപ്രവൃത്തി എന്നല്ലേ, അയ്യോ ഇനി അവരോട് നമ്മൾ മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അവർ ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല, അങ്ങനെയല്ല. എന്താണ് വിഷയം? ആ വ്യക്തി ചെയ്യുന്ന പാപപ്രവൃത്തിയിൽ എനിക്ക് പങ്കില്ല. എന്നുവെച്ചാൽ ഞാൻ അതിന് കൂട്ടു നിൽക്കത്തുമില്ല, ഞാനത് എൻ്റെ ജീവിതത്തിലൂടെ എടുക്കത്തുമില്ല. എനിക്ക് അത്രയും അകലം അവരുമായിട്ട് എനിക്കുണ്ട്. പിടിയിട്ടുന്നോ? ഒരു നോർമൽ വ്യക്തിയെ കാണുന്ന പോലെ നമുക്ക് അവരോട് സംസാരിക്കാം. അല്ലാതെ ആ വ്യക്തിയിലിരിക്കുന്ന പാപം എന്നിലേക്ക് പ്രവേശിക്കുന്ന അളവിൽ ആ വ്യക്തിയുടെ വഴിയിൽ പോയി ഞാൻ നിൽക്കരുത്. ആ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഞാൻ പോവേണ്ട കാര്യം ഇല്ല. അർത്ഥം, ഒരു ദൈവ പൈതലിന്
ആ പാപിയുടെ വഴിയിൽ പോയി നിന്ന്, ജീവിതത്തിൽ പോയി നിന്ന് എന്നിലേക്ക് ഒന്നും എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. എടുത്താൽ എന്നിൽ നിന്ന് ദൈവികത്വമല്ല വെളിപ്പെട്ടത്, അവരിൽ നിന്ന് പാപം എന്നിലേക്ക് പ്രവേശിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പാപികളുടെ വഴിയിൽ പോയി അനാവശ്യമായിട്ട് നമ്മൾ നിന്നാൽ, അവരുടെ ജീവിതത്തിൽ പോയി കൂടുതൽ നമ്മൾ എൻഗേജ്ഡ് ആയാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പിടിക്കുന്ന അളവിലാകരുത്, അല്ലേ? അപ്പോൾ പിശാച് എപ്പോഴും അതിനാണല്ലോ പദ്ധതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാപം നമ്മളെ പിടിക്കാതെ നമ്മളെപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നോ? അപ്പം പലരും പറയാറുണ്ട്, അങ്ങനെ പാപികളോട് സുവിശേഷം അറിയിക്കുന്ന ആരാ? പാപികളോട് യേശുവിനെ കുറിച്ച് പറയാം, സുവിശേഷം അറിയിക്കാം. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? അവരുടെ പ്രവൃത്തികളിൽ പോയി നമ്മൾ പങ്കാളികൾ ആകരുത്. അവരെ വഴിയിൽ പോയി നമ്മൾ നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ്, ഒരു വട്ടം നമ്മൾ അവരുടെ ജീവിതത്തിലോട്ട് പോയി എന്താണ് ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുത്തു, രണ്ടാം വട്ടം എടുത്തു, മൂന്നാം വട്ടം, ഇങ്ങനെ വരുമ്പം കുറേശ്ശെ നമ്മളെ അതിന് ഉള്ളിലോട്ട് അകപ്പെടുത്താനുള്ള വക ഒരുങ്ങി വരും. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് തരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? പാപികളുടെ വഴിയിൽ പോയി അനാവശ്യമായി നമ്മൾ പോയി നിൽക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഒരു പാവപ്രവൃത്തി നമ്മിലേക്ക് വരാതെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഓക്കെ. മൂന്നാമത് എന്താണ്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നമ്മൾ പോയി ഇരിക്കരുത്. അപ്പം ഇന്ന് അനേകം ദൈവജനത്തെ പിശാച് വഞ്ചിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. എന്താണ്? പരിഹാസം പറയുക. പരിഹാസം പറഞ്ഞ് ആ കൂട്ടത്തിൽ പോയി നമ്മളെ ഇരുത്തി, അല്ലേ? മറ്റേത് ഇരിക്കുന്നതും കാര്യമാണ്. ഈ പരിഹാസം പറയുന്ന കാര്യം വരുമ്പോൾ നമ്മളങ്ങ് ഇരുന്ന് പോകും. അതാണ് ഇരിക്കരുതെന്ന് പറയുന്നത്. ഒരു 5 പേര് കൂടിയാൽ, അല്ലേ? അപ്പോൾ നിങ്ങൾ ജോലി നോക്കുന്നവരാ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ എന്താണ് 5 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 5 പ്രൊഫസർ ഒരുമിച്ച് കൂടിയാൽ അവർ എന്തൊക്കെ കാര്യം പറയുന്നത് നമുക്കറിയാം. അപ്പം ഇതിനകത്ത് നമുക്ക് പങ്കില്ലാത്ത കാര്യമായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അതിനകത്ത് നമ്മളും കൂടി പോയി 2 പരിഹാസം അടിച്ച്, അല്ലേ, കുറച്ച് അതിന് ഒരു എൻകറേജ് ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങ് പോയി ഇരുന്ന് കഴിയുമ്പം നമ്മളിലിരിക്കുന്ന ദൈവികത്വം പതിയെ അങ്ങ് താഴോട്ടാകാൻ തുടങ്ങും, അല്ലേ? ഈ പരിഹാസം പറയുന്ന സ്വഭാവം നമ്മളിരുന്ന് ദൈവികത്വത്തെ മറയ്ക്കും, അല്ലേ? പക്ഷേ നമ്മൾ അതിന് പോകാതെ നമ്മൾ എന്താണ്, ഒരു ബൈബിൾ വായിക്കുക, ഒരു വചനം വായിക്കുക, ഒരു പാട്ട് കേൾക്കുകയോ ഏതെങ്കിലും നമ്മൾ മാറി ചെയ്താൽ അവരെല്ലാം കൂടി നമ്മളെ പരിഹസിക്കും. ഇവ ഭയങ്കര വിശുദ്ധ, ലോകത്ത് ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇടപെടാറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എങ്ങനെ നടന്നതെന്നറിയാമോ? ഇപ്പോൾ കണ്ടില്ലേ, കണ്ടോ, അല്ലേ? നമ്മൾ നേരത്തെ ഒരുങ്ങിപ്പോയതുപോലെ കുറച്ച് ഒരുക്കം കുറഞ്ഞു പോയാൽ കണ്ടില്ലേ, ഇപ്പോൾ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, അതാണ്, കണ്ടില്ലേ? ഇങ്ങനെ നമ്മളെ പറയും. അർത്ഥം, ആ പരിഹാസം അവർ 5 പേരും ചേർന്ന് തിരിച്ച് നമ്മിലേക്ക് അടിക്കും. പക്ഷെ നമ്മളെ പരിഹസിച്ചാൽ നമുക്കത് വിഷയമല്ല. നമ്മൾ പരിഹാസം പറയുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത്. കാരണം പോയി നിന്നു കൊടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഇരുത്തും, നമ്മളെ പറയാൻ വെക്കും. നമ്മളൊന്നും പറയണ്ടെന്നിരുന്നാലും ചെവി കൊണ്ട് കേൾക്കാൻ വെച്ച് വാ കൊണ്ട് പറയാൻ വെക്കും. ഇങ്ങനെയാണ് മറ്റുള്ളവരെക്കുറിച്ച് പരിഹാസം, കളി, തമാശ ഇതെല്ലാം പറയാൻ വെച്ച് എന്ത് ചെയ്യും? അവരെ കേവലമായി അല്ലെങ്കിൽ വെറും നിസ്സാരമായി കാണുന്ന അളവിലേക്ക് കൊണ്ടുപോകും. ഇത് ആരുടെ സ്വഭാവം? ഈ സാത്താൻ കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട മക്കളെ പരിഹസിക്കാൻ നമ്മൾക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പുതിയ നിയമത്തിലെ യേശു പഠിപ്പിച്ചെന്താണ്? മറ്റുള്ളവരെ നിസ്സാര എന്ന് പറഞ്ഞാലോ മൂടാന്ന് പറഞ്ഞാലോ, അല്ലേ, ജസ്റ്റ് അവൻ ഒരു ഫൂൾ, അല്ലേ എന്ന് പറഞ്ഞാലേ അഗ്നി നരകത്തിൽ പോകും. അത്രയും ദൈവം അത്രയ്ക്കും തീവ്രമായിട്ട് ആ ഒരു സ്വഭാവത്തെ കാണുന്നു. അപ്പോൾ ഇന്ന് എന്താണ്, ദൈവത്തെ അറിഞ്ഞവരും ഇങ്ങനെയൊക്കെ അനേകർ, അല്ലേ? സഭ നോക്കിയാൽ എങ്ങനെയാണ്? അനേക സഭകൾ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ്? ആരാധിക്കാനാണോ വരുന്നത്? പ്രാർത്ഥിക്കാനാണോ വരുന്നത്? ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എല്ലാ ആഴ്ചയും പോകുന്ന പോലെ പോകും. പിന്നെ എന്ത് ചെയ്യും? ഇതുപോലെ 10 പേരെക്കുറിച്ച് പറയാൻ കിട്ടിയാൽ അവർ കൂടിയിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനകത്ത് ചേർക്കപ്പെടുന്ന നമ്മളും അതിലായിപ്പോയാൽ എന്താവും? ഇവിടെ പറയുന്നു, ആ പരിഹാസം എന്ന സ്വഭാവത്തെ എൻ്റെ ദൈവം ഭയങ്കരമായിട്ട് വെറുക്കുന്നു. ഇന്നൊരാളെ നമ്മൾ ഒരിക്കലും
ഒരു കാര്യം പറഞ്ഞ് പരിഹസിക്കാൻ ഒരിക്കലും പാടില്ല. എന്നുവെച്ചാൽ തുച്ഛമാക്കി, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒക്കെ പരിഹാസം പറയുന്ന ആൾക്കാരെ, അല്ലേ? അവർ വളരെ മോശമായിട്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവരൊന്നും അറിയത്തില്ല, വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നിട്ട് അത് ഇവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു 5 പേരെ പറയുന്നത് ഇവർക്ക് എന്തോ ഒരു എനർജി കിട്ടിയതുപോലെയാണ്. ഞാൻ മനസ്സിലാക്കിയതോടെ അങ്ങനെയാണ്. അങ്ങനെയുള്ളവർ നമ്മൾ കാണുമ്പം അവരെന്താണ്, മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. അവരേതോ വലിയ കാര്യം സാധിച്ചതുപോലെ അങ്ങ് പറഞ്ഞ് തീരുമ്പം അവർക്കത് വരും, വലിയ എന്തോ ഒരു കാര്യം സാധിച്ചവർ. ഇതുപോലെയാണ് അവരിത് കാണിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആ സ്വഭാവം ദൈവം വെറുക്കുന്നു എന്നാണ്. ദൈവത്തിന് ആ സ്വഭാവം ഇഷ്ടമല്ല. നമുക്ക് വായിക്കാം സദൃശവാക്യങ്ങൾ എടുത്ത് നമുക്ക് ഒരു ഭാഗം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 7-8 ഒന്ന് വായിച്ച്. സദൃശവാക്യം 9-ന്റെ 7-8. കണ്ടോ കണ്ടോ ഇവിടെ എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് ശലോമോൻ, അല്ലേ? ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ ശലോമോനെ പോലത്തെ ഒരു ജ്ഞാനി ജനിച്ചിട്ടില്ല. അങ്ങനെപ്പെട്ട ജ്ഞാനിയാണ് ഇവിടെ പറയുന്നത്, പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ പരിഹാസം പറഞ്ഞേ ഞാൻ ജീവിക്കൂ എന്നുള്ളവരെ എന്താണ് പോയി ശാസിക്കാൻ പോയാൽ അവരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലജ്ജ തന്നെ കിട്ടും. അർത്ഥം, പരിഹാസി നല്ലതാവാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ പരിഹാസം പറഞ്ഞല്ലാതെ അവർക്ക് ഉറക്കവും വരത്തില്ല, അവർക്കൊരു എനർജി കിട്ടത്തില്ല, അല്ലേ? നമ്മൾ പാല് മുട്ടയും അല്ലെങ്കിൽ എന്താണ് ഇറച്ചിയൊക്കെ കഴിച്ച് നമുക്ക് നല്ല ശക്തി കിട്ടുന്ന പോലെയാണ് അവർക്ക് എന്താണ്, ഒന്നും കഴിച്ചില്ലേലും വേണ്ട, ഇരുന്ന് 10 പേരെ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ശക്തി. അതൊരു ശക്തി, പിശാച് കൊടുക്കുന്ന ശക്തി. അതുകൊണ്ട് അവരങ്ങ് ജീവിക്കും. ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു ദൈവ പൈതൽ ആരെങ്കിലും പോയി എന്താ ശാസിക്കാൻ പോയാൽ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചെന്താണ്, അവർ നല്ലവരാവണമെന്ന് അവർക്ക് യാതൊരു തീരുമാനവും ഇല്ല. തിരിച്ച് അവർ നമ്മളെ തിരിച്ച് പരിഹസിക്കാൻ തുടങ്ങും. നമ്മളെ തിരിച്ച് നമ്മളല്ലേ എന്താണ്, നമുക്ക് ലജ്ജ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ ലജ്ജിപ്പിക്കാൻ തന്നെ അവർ ശ്രമിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ്, പരിഹാസിനെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ പോയി ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. അപ്പം ഇങ്ങനെ പരിഹാസം പറയുന്നവരെ എന്താണ് പോയി ശാസിക്കാൻ പോയാൽ, അല്ലേ? അങ്ങനെ ചെയ്യല്ല പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ അവരെന്താണ് നമ്മളെ പകയ്ക്കും. ഇനി ദൈവം പറയുകയാണ്, നിങ്ങൾ പോയി ഒരു എന്താണ് ജ്ഞാനിയെ പോയി ശാസിക്കുക. ഈ പരിഹാസം പറയുന്നവരെയല്ല, ജ്ഞാനത്തോട് ജീവിക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ പോയി ഒരു ശാസന പറഞ്ഞാൽ, ഒരു ഉപദേശം പറഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യും? നമ്മളെ സ്നേഹിക്കും. അത് ദൈവം ആ വ്യക്തിയിൽ കൊടുത്ത ജ്ഞാനത്തിൻ്റെ ഗുണമാണ്. ഹല്ലേലൂയ. മറ്റേത് അങ്ങനെയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമോ, അങ്ങനെ ജീവിക്കുന്നവരെ പിന്നെ വലിയ ഇതായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കേണ്ട കാര്യം ഇല്ല. കാരണം വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. നീ പോയി ശാസിക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അവരങ്ങനെ ജീവിക്കൂ, അവരങ്ങനെ ജീവിക്കും. നേരത്തേക്ക് എങ്ങനെ അപ്പോൾ നേരത്തേക്ക് ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെ ഒരു വ്യക്തി ഇതേപോലെ മാറി വന്നില്ല എങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. എന്നാലും അവർ ഇത്രയും വചനങ്ങൾ കേട്ടിട്ട് അവർ മാറി വന്നില്ലല്ലോ, അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റവും വന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കും. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ആയിരിക്കും മനസ്സിൽ, ഒരു പ്രവൃത്തി കണ്ടില്ലല്ലോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ പരിഹാസം മറ്റുള്ളവരെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടം കൂടിന്ന് പറഞ്ഞും, അല്ലേ, ഗ്രൂപ്പ് ഉണ്ടാക്കിയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യർ ഇങ്ങനെ ജീവിക്കുമെന്ന് അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഒരു ഉപദേശം കൊടുക്കൽ എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വെറുതെ എന്തിനാ പോയി അവിടെ പോയി അവരെ പരിഹസിച്ച് നീ എന്തിനാ ലജ്ജിക്കപ്പെടുന്നത്? കാരണം അവർ നന്നാവത്തില്ല. അതിനേക്കാളും അവർ ആ വഴിക്ക് തന്നെ തുടരട്ടെ. അവരാരെ കയ്യിൽ വിട്ടുകൊടുക്കണം? ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തിട്ട് നമ്മൾ ജ്ഞാനത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവർക്ക് പോയി ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കും. അവർ ആ ജ്ഞാനമുള്ള ബുദ്ധിയിൽ അത് സ്വീകരിച്ച് നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെന്തിനാ അവരെ പുറകെ പോകുന്നത്? ഒരു ഫലമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ നമ്മളെന്തിനാ പോകുന്നത്? ഇപ്പം എൻ്റെ മനസ്സ് ഭയങ്കര ശാന്തമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിച്ചൊരു ശുശ്രൂഷയായിരുന്നു. എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും
കേൾക്കട്ടെ, കാരണം എന്താണ്, എവിടെ വേണോ ഞാൻ അത് പറയും. ടെൻഷൻ പിടിച്ച ഒരു മോനോ അവിടെ ഇരുന്നു വരുന്നു അമ്മ വരുന്നു. ടെൻഷൻ പിടിച്ച ഒരു ശുശ്രൂഷയായിരുന്നു. ഇതാണ് വിഷയം ഇതാണ്. എന്താണ്, അവർ ശരിയായില്ലല്ലോ ദൈവമേ, നമ്മൾ വചനം പഠിപ്പിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും അവർ ശരിയായില്ലല്ലോ, അവർ പിശാന്റെ പിടിയിൽ നിന്ന് വിടിവിക്കപ്പെട്ടിട്ടോ ഇവർ വീണ്ടും ബന്ധിക്കപ്പെടുന്നല്ലോ. ഇത് നമുക്ക് ടെൻഷനല്ലേ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമില്ല, അപ്പം നമുക്ക് ടെൻഷൻ. അപ്പം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോട് സമാധാനമില്ല, ടെൻഷൻ മാത്രമായിരുന്നു. ഇപ്പം ദൈവം എന്താണ്, ഇതുപോലെ വചനത്തിൻ്റെ ആഴങ്ങളിൽ ഇരുന്ന് വായിച്ചും പഠിച്ചും മനസ്സിലാക്കി തന്നപ്പോൾ, ദൈവം മനസ്സിലാക്കി ഇങ്ങനെ വരുമ്പോൾ ദൈവത്തോട് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കും. ദൈവം അതെന്തുകൊണ്ട് ഇങ്ങനെ, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം ഓരോ വചനം ഏതെങ്കിലും കാര്യം സംഭവം പറഞ്ഞു തരും. കേട്ടോ, ഇതിലിങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഇതെന്താണ് അല്ലേ, ഈ പരിഹാസം ഞാൻ കൺസീവ് ആയിരുന്നപ്പോഴാണ് ഈ പരിഹാസം പറയുന്നവരെ കുറിച്ച് എനിക്ക് ഭയങ്കര ഭാരം ഉണ്ടായി. കാരണം എൻ്റെ ചെവി കൊണ്ട് ഞങ്ങളെ പരിഹസിച്ച് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. ഞാൻ കൺസീവ് ആയിരിക്കുമ്പോൾ, ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ. അപ്പം ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ബൈബിള് എനിക്ക് എൻ്റെ കർത്താവ് പറഞ്ഞു തന്നു, സദൃശ്യവാക്യങ്ങൾ സഭാ പ്രസംഗിയിരുന്ന് വായിക്കും. അപ്പം നിറയെ സമയമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഓരോ അധ്യായം മനസ്സിരുത്തി അങ്ങനെ മനസ്സിലാവുന്ന രീതിക്ക് ഒന്നൊന്നാ വായിച്ച് പഠിച്ചു. അപ്പം അത് പഠിക്കുന്ന സമയത്താണ് ഈ പരിഹാസം പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുറേ വാക്യങ്ങൾ കർത്താവ് എനിക്ക് സദൃശ്യവാക്യത്തിൽ നിന്നും സഭാപ്രസംഗിൽ നിന്നും പറഞ്ഞു തന്നു. അപ്പം അതെല്ലാം ഞാനതിൽ എൻ്റെ ഈ വേദപുസ്തകത്തിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഞാൻ ഈ വർഷകാലം കൊണ്ട് ഞാൻ ഈ വേദനിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ട് ഡിപ്രസ് ആവുന്നത് കൊണ്ട് 5 പൈസയുടെ പ്രയോജനവും ഇല്ല. അർത്ഥം എന്താണ്, അവർക്ക് നന്നാവാൻ മനസ്സില്ലെങ്കിൽ അവരെ പുറകെ നമ്മൾ പോകേണ്ട കാര്യം ഇല്ല. അവരെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുക. ദൈവം എന്താണോ അടുത്ത നടപടി അല്ലേ, ദൈവത്തിന് നന്നാക്കാൻ അറിയത്തില്ലേ, ദൈവത്തിന് ശരിയാക്കാൻ അറിയത്തില്ല, ദൈവത്തിന് എല്ലാം അറിയാം. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ട് ജ്ഞാനമായിട്ട് ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനവും കൽപ്പന അനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാത്താന്യ ശക്തിയിൽ നിന്ന് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് നല്ലതായിട്ട് വചനം അനുസരിച്ച് ജീവിക്കണം, കൽപ്പന പ്രമാണം എന്നാരാണോ ജ്ഞാനമായിട്ട് ചിന്തിക്കുന്നത് അവർക്ക് പോയി ഉപദേശം കൊടുക്ക്. അവരെന്ത് ചെയ്യും, അത് ജീവിതത്തിൽ സ്വീകരിച്ച് അവരുടെ ജീവിതം നന്നാക്കി നമ്മളെ സ്നേഹിക്കാൻ അവർ പഠിക്കും അല്ലേ. വളരെ സിമ്പിളല്ലേ. അപ്പം പിന്നെ നമ്മളിങ്ങനെ എല്ലാവരെയും നമ്മുടെ തലയ്ക്കകത്ത് ചുമക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താണ്, ഞാൻ ചുമക്കേണ്ട കാര്യമില്ല, എൻ്റെ ആ ബേഡനെ എൻ്റെ കർത്താവ് ചുമന്നോളൂ അല്ലേ. എനിക്ക് ബേഡനായിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഞാൻ ചുമക്കുന്ന എന്തിനാ, ആ വ്യക്തിയെ കർത്താവ് ചുമക്കാന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ വഴിക്ക് നമ്മളങ്ങ് വിട്ടിട്ട് എന്താണ് പ്രവൃത്തി പദത്തിൽ നടക്കേണ്ടിയ വല്ല കാര്യമുണ്ടോ? അതിനെ ചെയ്യുക, മുന്നോട്ട് സന്തോഷത്തോടെ പോവുക. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പും അനുസരണക്കേട് നിമിത്തം കൽപ്പനയിട്ട് ഉടച്ചു, പാറയെ തൊടാൻ പറഞ്ഞപ്പോൾ അടിച്ചു. ഈ കാരണങ്ങൾ നിമിത്തം എന്ത് ചെയ്തില്ല, കനാൻ നാട് കാണാൻ പറ്റില്ല, വാഗ്ദത്ത നാട് കാണാൻ പറ്റിയില്ല. ജനത്തിനാണോ നഷ്ടം? മോശയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം. അപ്പോൾ ദൈവവചനം അനുസരിക്കാത്തതും അല്ലേ, നമ്മൾ ഇന്ന വഴിയിൽ ജീവിക്കണമെന്ന് ഉപദേശം കൊടുത്തിട്ടും വചനം പഠിപ്പിച്ചിട്ടും ശരിയായ വഴിക്ക് പോകാത്തൊരു വ്യക്തിയെ നോക്കി നമ്മൾ ഡിപ്രസ് മൈൻഡിലായി, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബേഡൻ എടുത്ത് വെച്ച് നമ്മൾ ഭാരപ്പെട്ട് നമ്മുടെ ആത്മീയത താഴോട്ട് പോകാതെ, നമ്മുടെ ശുശ്രൂഷ താഴോട്ട് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സംരക്ഷിക്കണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്ത നാട്ടിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അവസാനം എനിക്ക് പറയാൻ പറ്റൂത് ഇവരൊക്കെയാണ് കാരണം അല്ലേ. മോശയ്ക്ക് പറയാം, ജനമായിരുന്നു എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ച, പക്ഷേ ദൈവം മോശയിലാണ് അത് കണക്കിട്ടത്. അപ്പം ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞായിരുന്നു, മക്കളെ നീ അത് വേടനായിട്ട് എടുത്ത് വയ്ക്കാതെ അവരെ എല്ലാം എൻ്റെ തലയിൽ എടുത്ത് വെച്ചാ, ഞാൻ ഇവരെ ചുമന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടി എന്നൊക്കെ ഞാൻ അങ്ങ് ചെയ്തോളൂ. ഞാൻ അവരെ നേരെയാക്കേണ്ട വഴിക്ക് അവരനുസരണം പഠിപ്പിച്ച് ഞാൻ നിത്യതയിൽ എത്തിക്കേണ്ട വഴി ഞാൻ ചെയ്തോളാം. നീ വെറുതെ ഈ വഴിക്ക് ഞാൻ പോകത്തില്ലെന്ന് പറയുന്നവരുടെ പുറകെ നടന്ന് നിന്റെ സമയവും നിന്റെ ആരോഗ്യവും ഒന്നും നീ വേസ്റ്റ് ആക്കാതെ നീ ഒരു കാര്യം ചെയ്യ്. ജ്ഞാനമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവർക്കൊരു ശാസന പറയാം, അവർക്കൊരു ഉപദേശം പറയാം, അവരെ നേരായ മാർഗത്തിൽ. അപ്പം അവർ സ്വീകരിക്കും.
അവർ സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? അവരും ദൈവത്തോട് ചേർന്ന് നിത്യതയിൽ പോകും. നിനക്ക് എന്താണ്? ഒരു മാനം, അല്ലെങ്കിൽ എന്താണ്? ഒരു സ്നേഹം. അതാ ഇവിടെ പറയുന്നത്. നിന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. നമ്മളോട് ഒരു സ്നേഹം അവർക്ക് ഉണ്ടായിരിക്കും. മറ്റേത് അങ്ങനെയല്ല. അപ്പം നമുക്ക് ഈ ഭാരം വെറുതെ പിശാച് തരുന്ന ഈ ഭാരവും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അനേകർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പം ഈ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയും, രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചും അവരെ കുറിച്ചുള്ള ഓവർ ബേഡൻ വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ. ഞാൻ അവരോട് പറയും, ഇപ്പം നമ്മൾ ആ ബേഡൻ എടുത്ത് ചുമന്നെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടാവുമോ? ഇല്ല. യേശു പറഞ്ഞു, നിന്റെ ഭാരത്തെ എൻ്റെ മേൽ വെച്ചതാ, ഞാൻ ചുമക്കാതിന്, അല്ലേ? നീ കുലുങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കല്ല, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കല്ല. അപ്പം ആ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ എൻ്റെ വിവാഹത്തിന് മുന്നേ ഞാൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പുറത്തൊരു മീറ്റിങ്ങിന് പോകുമ്പോഴായിരിക്കും എൻ്റെ ബ്രദർ മദ്യപിച്ച് എന്ത് ചെയ്യുന്നോ, ഉടനെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കാൾ ചെയ്യും, ഒന്ന് ഫോൺ വരും. എൻ്റെ ഫോണ് കിണറ്റി ചാടാൻ നിൽക്കുന്നു, തൂങ്ങാൻ നിൽക്കുന്നു, മദ്യപിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മാറിയനെ, പെട്ടെന്ന് വാ. കണ്ടോ, നമുക്ക് അവിടെ അങ്ങോട്ട് പ്രസംഗിക്കാനും പറ്റില്ല. ഇപ്പം പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഈ പരിപാടി. അപ്പോൾ നമുക്ക് ശരിക്കും പ്രസംഗിക്കാനും പറ്റൂല. ഇത് അവിടെ എന്തായി? അയ്യോ, അവിടെ ഇനി വല്ല മരണം സംഭവിക്കുമോ? ഇവിടെ ഇനി എന്തായി? എന്ത് ചെയ്യും? അങ്ങനെ കൺഫ്യൂഷനായി നമ്മൾ കറക്റ്റ് ദൈവകാര്യം ചെയ്യാൻ പറ്റാതാക്കും. എന്നാൽ രാവിലെ വിളിച്ചാലോ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, അവിടെ നല്ലതായിരിക്കുന്ന ഒരു പ്രശ്നവും അവർക്ക്. അവരെല്ലാം ചോറ് വെച്ച് കറി വെച്ച് ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതായിരിക്കുന്നു. കഴിച്ചോ വല്ലതും? ഓ വെച്ച് കടിച്ചോ, എവിടെ ഇതായിരിക്കുന്നു. കണ്ടോ? അപ്പോൾ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം പോയി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇത് എന്താണ് ദൈവമേ? ഇത് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഇത് വലിയൊരു തടസ്സമാണ്. ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ ദൈവം, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ദൈവം പറഞ്ഞു, ഇത് നിന്റെ ഭാരമാണ്. ഈ ഭാരത്തെ എൻ്റെ മണ്ടയ്ക്ക് വെച്ചതാണ്. ഞാൻ ഇതിനെ ചുമന്നോളാം, ഞാൻ എന്താ ചെയ്യണം ഞാൻ ചെയ്തോളാം. അന്ന് രാത്രി ആ പ്രാർത്ഥനയുടെ രാത്രി ഞാൻ ഈ കാര്യത്തെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിലും കൊടുത്തു. ദൈവമേ, ഇനി ഞാൻ ഈ വഴിക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തയ്ക്കോ, ഇനി അവിടെ മരണം നടക്കാൻ പോകുന്നു, അത് നടക്കാൻ, ഇത് ഒന്നിനും ഞാൻ ഇല്ല കർത്താവ്, നീ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തു. അങ്ങനെ എന്നെ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ആ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് അവരെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങ് വിട്ടു. എന്നാണോ ഞാൻ പ്രാർത്ഥിച്ച് വിട്ടത്, അന്നത്തോടെ എൻ്റെ ആ പ്രശ്നം തീർന്നു. പിന്നെ എനിക്ക് കാൾ വരില്ല. അവിടെ ഏത് വഴക്കിനാണ് അടി നടന്നാലും മദ്യപിച്ചാലും എനിക്ക് വരില്ല കോള്. പ്രശ്നം എന്താ? കാര്യം എന്താണ്? പിശാചിന് മനസ്സിലായി ഇനി എന്താണ് ഇവർ ഈ വഴിക്കില്ല. കണ്ടോ? അവൻ പിശാചിന് ഒരു വലിയൊരു കാര്യം എടുത്ത് ഉപയോഗിക്കാൻ കണക്കിന് അവൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതുപോലെ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ്, നമ്മൾ ശരിയാക്കിയിട്ടും ശരിയാക്കാത്ത കാര്യങ്ങളും വ്യക്തികളായാലും എന്തു തന്നെ ആയാലും പ്രാർത്ഥിച്ചപ്പൻ്റെ കരത്തിലങ്ങ് കൊടുക്കണം. ദൈവം എന്താ ചെയ്യേണ്ടത് അത് ദൈവം ചെയ്യും. അപ്പം നമ്മൾ എന്താണ് അതിലെടുക്കേണ്ടത്? അപ്പം പരിഹാസിയെ നേരെയാക്കാൻ നമ്മൾ പോയാൽ നമുക്ക് ലജ്ജ കിട്ടുമെന്നാണ് പറയുന്നത്. അർത്ഥം എന്താണ്? അവരവരുടെ പരിഹാസം വിടാൻ ഒരിക്കലും തയ്യാറ്. അതവരുടെ ബിഹേവിയറാണ്, അതവരെ എന്താണ് ജന്മ സ്വഭാവമാണ്, അതവരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ച് വളർത്തിയെടുത്ത ഒരു സ്വഭാവമാണ്. അത് പെട്ടെന്ന് അങ്ങ് വിടാനൊന്നും അവർ പോകുന്നില്ല, കാരണം മാറാൻ തയ്യാറല്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വചനമേ പഠിപ്പിക്കുന്ന അങ്ങനെ. അതുകൊണ്ട് എന്ത് കിട്ടും നിനക്ക്? സ്നേഹമല്ല ലജ്ജ തന്നെ നിനക്ക് കിട്ടും. അപ്പം നമ്മൾ ഒരു പരിഹാസി ആകാതിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് ആകാതിരിക്കുക. അപ്പം തന്നെ മറ്റുള്ളവരെന്താണ് അങ്ങനെ ജീവിക്കുന്നവരുടെ പുറകെ നമ്മൾ പോയി സമയം എടുത്തേണ്ട കാര്യം ഇല്ല. ഞാൻ പലപ്പോഴും എന്നെ ദൈവം പഠിപ്പിച്ചതായത്, ഞാൻ കൺസീവ് ആയിരുന്നപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. ദൈവം എന്തുകൊണ്ട് കർത്താവ് ഈ മനുഷ്യരിങ്ങനെ, ഞാൻ അങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ട് ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും പരിഹാസം പറയാൻ കണക്കിന് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ. അപ്പോൾ അവർക്കൊരു ജോക്ക്, ഒരാളെ കാണുമ്പം ബാ ബാ ഉടനെ അപ്പുറത്തേക്കുന്ന ഒരാൾ കണ്ടോ, ഇങ്ങനെ ആക്ഷൻ കാണിക്കുക, ഇങ്ങനെ പലതും കാണിക്കുക, അല്ലേ? അതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുക, നമ്മളെ ചെവി കൊണ്ട് കേൾക്കുക. അപ്പോൾ നോക്കണേ, ഇതൊക്കെ എന്താണ്? ഒന്നും അർത്ഥമില്ലാത്തതാ ജീവിതമാണ്.
2 ദൈവസന്നിധിയിലെല്ലാം കുറ്റകരമാണ്. ദൈവം പറഞ്ഞു നമ്മൾ പരിഹാസികളാകരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി നമ്മൾ ഇരിക്കരുത്. നമ്മൾ എന്താണ്, നമ്മൾ ഇരിക്കുന്ന ഒരിടത്തൊരു പരിഹാസി വന്നാൽ നമ്മൾ റൂട്ട് മാറ്റി വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് എണീറ്റ് പോയിരിക്കണം. ഇന്നൊരാളെക്കുറിച്ച് കളിതമാശയും പരിഹാസം അടിക്കാനും ഇരുന്നാൽ ഒന്ന് നമ്മൾ ആ സ്ഥാനത്തിൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് അവർ വരുന്നതെങ്കിൽ നമ്മൾ റൂട്ട് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്നിട്ട് പോകണം. അങ്ങനെ നമ്മുടെ ഇരിപ്പിടം അല്ല അത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് അനേക പാപങ്ങൾ ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ 3 കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ അനേക തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹല്ലേലൂയ. പിന്നെ എന്താണ് ചെയ്യണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്? നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ്? ആ ആ ആ ആ ആ കണ്ടോ? ഈ 3 കാര്യങ്ങളിൽ അകപ്പെടാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ എന്താണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കൊടുക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ജീവിക്കും. ചെയ്യുന്നതൊക്കെയും സാധിക്കും അല്ലേ? അപ്പം അങ്ങനെ ജീവിച്ചിട്ട് ചെയ്യുന്നതൊക്കെ സാധിക്കുമ്പം മറ്റുള്ളവർക്ക് അസൂയ. ഇവരെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൺട്രോൾ ചെയ്ത് അല്ലേ, പാപ വഴിയിൽ പോകാതിരിക്കണം. കുറച്ച് കൺട്രോൾ വേണ്ടേ? ഇനി ഇന്ന് ദുഷ്ടന്റെ ആലോചന കേൾക്കാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ കുറേ സൂക്ഷിച്ചു, കുറേ പറഞ്ഞിട്ടില്ലേ, വഞ്ചിക്കപ്പെടാതെ നമ്മൾ നോക്കി, കുറേ ജാഗ്രത ഉണ്ടായിരുന്നു. അപ്പം അവിടെയെല്ലാം നമ്മളെ ദൈവം എന്ത് ചെയ്തു? നിർത്തി. ഇനി ദുഷ്ടന്റെ ആലോചന പറയാൻ വന്നപ്പോൾ ദുഷ്ടൻ ആരാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പം ഇതൊക്കെ ചെയ്തത് കൊണ്ടും ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുക എന്ന് വെച്ചാൽ ദൈവവചനപ്രകാരം ജീവിക്കാൻ അങ്ങേയറ്റം നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ ദൈവം നമ്മൾ ചെയ്ത കാര്യങ്ങൾ സാധിപ്പിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് സാധിപ്പിച്ചു തരുമ്പം നോക്കി നിൽക്കുന്ന പരിഹാസിക്ക്, ദുഷ്ടന്, പാപിക്ക് ചിന്ത? അതാണ് അവർക്ക് തന്നെ എല്ലാം കിട്ടുകയുള്ളൂ. ദൈവം അവർക്ക് തന്നെ എല്ലാം കൊടുക്കുകയുള്ളൂ. ഉണ്ടോ? അവരെല്ലാം കൊണ്ട് അവർക്ക് തന്നെ കൊടുക്കുന്നു. സംഭവം നമ്മൾ കർട്ടൻ്റെ പുറകിൽ മുകളിൽ പറഞ്ഞ് കുറേ ത്യാഗം എന്ത് ചെയ്തു? അനുഭവിച്ചു, കുറേ ത്യജിച്ചു. പക്ഷെ സംഭവം കർട്ടന് വെളിയിൽ വന്നപ്പോൾ അവർ ചെയ്ത എല്ലാം സാധിച്ചു. നമ്മൾ എന്ത് ചെയ്യാൻ പോയില്ല, അതവിടെ എല്ലാം പ്രശ്നം. സംഭവം മേലെ പറഞ്ഞ 3 കാര്യത്തിനകത്ത് ഇവർ അനുസരിക്കാനില്ലായിരുന്നു. ദൈവം ഒരിക്കലും നീതികേടായിട്ട് പ്രവർത്തിക്കുകയില്ലല്ലോ. അപ്പം എന്ത് പറയുന്നു? വേണ്ട. അപ്പം ഇനി വല്ല അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇതിനാണ് അസൂയ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു പ്രയോജനമില്ല. പിന്നെ അവർ കുറ്റത്തിൽ നിന്ന് കുറ്റത്തിലേക്ക് പോകുന്നതല്ലാതെ മടങ്ങി വരാൻ ഒരവസരം അവിടെയും കിട്ടുന്നില്ല. പിന്നെയും ഈ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന ആ മക്കളെ നോക്കി അവർ വീണ്ടും അസൂയപ്പെട്ട് തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോകുന്നത്. മടങ്ങി വരാൻ അവിടെ ഒരു അവസരം കാണുന്നില്ല, വരുന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ, പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വചനം കൂടെ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. നോക്കണേ, വരുന്നു അത് നോക്കണേ ദൈവമക്കളെ. ഇപ്പം നോക്കട്ടെ, ന്യായവിസ്താരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ദുഷ്ടന്മാർക്ക്. പാപികൾക്ക് ദൈവത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. നോക്കണേ, നീതി പ്രവർത്തി ചെയ്യുന്ന അല്ലേ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു പാപിക്കോ ഒരു ദുഷ്ടനെ വന്ന് നിവർന്നു നിന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം തെറ്റ് എന്നായാലും തെളിയിക്കപ്പെടും, സത്യം എന്നായാലും തെളിയിക്കപ്പെടും. ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ സത്യമുണ്ടെങ്കിൽ അത് എന്നായാലും തെളിയിക്കപ്പെടും. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ദുഷ്ടപ്രവൃത്തിയാണ്, പാപപ്രവൃത്തിയാണ് തുടരുന്നതെങ്കിൽ അതും തെളിയിക്കപ്പെടും. രണ്ടിനും മറവയ്ക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഈ 2 പ്രവൃത്തിയും കാണുന്ന ജീവനുള്ള ദൈവമാണ്.
ഞാൻ ദൈവമക്കളെ കാര്യം പറയുന്നത്. ഈ സങ്കീർത്തനം ആരോടാ പറയുന്നത്? ദൈവജനത്തോടാ പറയുന്നത്. പാപിയോട് പറയേണ്ട കാര്യമുണ്ടോ? പാപിയുടെ വഴി നിൽക്കരുത്, അവിടെ എല്ലാം പറയുന്നുണ്ടോ? ദൈവ മക്കളെ അഭിസംബോധന ചെയ്താ പറയുന്നത്. അപ്പം നോക്കണേ, നമ്മളുടെ ജീവിതം, നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടപ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് എന്നായാലും ന്യായവിസ്താരത്തിൻ്റെ മുന്നിൽ വെളിപ്പെട്ടു വരും. നമ്മളുടെ ഭാഗത്ത് ഒരു നന്മ പ്രവൃത്തിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു നീതി പ്രവൃത്തിയാണ്, നമ്മുടെ സത്യമാണ് നമ്മൾ ചെയ്തതെങ്കിൽ ആ സത്യവും വെളിപ്പെട്ട് വരും. ആരുടെ സഭയിൽ? നീതിമാന്മാരുടെ സഭയിൽ. ഹല്ലേലൂയ. സഭയെന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പൊ നീതിമാന്മാരുടെ കൂട്ടത്തിൽ പാപവും ചെയ്ത് ദുഷ്ടപ്രവൃത്തിയും ചെയ്ത് ജീവിച്ചിട്ട് വന്ന് തല നിവർത്തി ഞെളിഞ്ഞങ്ങ് നിൽക്കാന്ന് വിചാരിക്കേണ്ട. തൽക്കാലം നിൽക്കുമായിരിക്കും, പക്ഷെ അവിടെ തല കുനിക്കേണ്ടി വരും. എന്നായാലും ആ പാപപ്രവൃത്തിയും ആ ദുഷ്ടപ്രവൃത്തിയും തല കുനിക്കേണ്ടി വരും അവിടെ. ഹല്ലേലൂയ. പക്ഷേ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ സത്യത്തിന്റെ പുറകെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്നായാലും എന്താണ്, തൽക്കാലം തിരസ്കരിക്കപ്പെട്ടാലും സത്യം നീതിമാന്മാരുടെ സഭയിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇത് വചന സത്യമാണ്. ഈ വചനം സത്യമാണ്, അത് തെളിയിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതല് തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. കാരണം എന്താണ്? പ്രതികരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്? താൻ ചെയ്തത് സത്യമായിട്ടാണ് താൻ ജീവിച്ചതെന്ന് തനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എവിടെയും പ്രതികരിച്ച് കാണിക്കേണ്ട കാര്യം ഇല്ല. ഇനി തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ആ സത്യം നീതിമാന്മാരുടെ കൂട്ടത്തിനകത്ത് കർത്താവ് കൊണ്ട് തെളിയിക്കും. ഹല്ലേലൂയ. അപ്പം അവിടെ ആരാണ് പ്രവൃത്തി നടത്തുന്നത്? ദൈവമാണ്. പിന്നെ പാപം ചെയ്ത് ദുഷ്ടപ്രവൃത്തികളും ചെയ്ത് പരിഹാസം അടിച്ച് എങ്ങനെയും ജീവിച്ചിട്ട് വന്ന് നിവർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അധികം നാൾ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അവരുടെ തല ഈ പാപപ്രവൃത്തിയിലും ദുഷ്ടപ്രവൃത്തി നിമിത്തം കുനിയേണ്ടി വരും. അത് ആരാ ചെയ്യുന്നത്? ദൈവമാ ചെയ്യുന്നത്. എവിടെയാണ് നീതിമാന്മാരുടെ സഭയിൽ കൂട്ടത്തിനകത്ത് കൊണ്ടുവന്നതിനെ ദൈവം അത് ചെയ്തു കാണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കീർത്തന ഭാഗം നമുക്ക് തരുന്ന ഉറപ്പ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ജീവിക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ നമ്മളെ തന്നെ നിയന്ത്രിച്ച്, നമ്മൾ ഇച്ചിരി പരിഹാസം കേട്ടാലും കുഴപ്പമില്ല, നമ്മളെ തന്നെ നിയന്ത്രിച്ച് നമ്മൾ എന്താണ്, ദൈവവചന പ്രകാരം നമ്മൾ ജീവിച്ച്, നമ്മൾ പാടിയതില്ല, കയ്പുള്ള വെള്ളമായാലും കൽപ്പന പോലെ ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ പറയുന്നവർ പറയും, ചെയ്യേണ്ടവരൊക്കെ ചെയ്യും, ദുഷ്ടന്മാർ അതും ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, പരിഹാസം അടിക്കും, പാപികൾ പാവപ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കും, എന്തോ ചെയ്യട്ടെ. പക്ഷേ നമ്മൾ ഈ സ്ട്രെയിറ്റ് വേയിൽ ദൈവം പറഞ്ഞ വഴിയിൽ പോയാൽ നമ്മൾ നീതിമാന്മാരുടെ സഭയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദിവസം വരും. തിരസ്കരിക്കപ്പെട്ട ഇടത്തുനിന്ന് ദൈവം നമ്മിൽ ഇരുന്ന, എന്താണ്, നമ്മൾ കർട്ടന് പുറകിൽ നമ്മൾ ത്യാഗം അനുഭവിച്ചത്, നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കി നമ്മൾ ജീവിച്ചത്, അല്ലേ, നമ്മൾ ക്രമപ്പെട്ടത്, അതെല്ലാം ദൈവം ഒരു ദിവസം എന്ത് ചെയ്യും? കർട്ടന് വെളിയിൽ കൊണ്ടുവന്ന് കാണിക്കും. നീതിമാന്മാരുടെ സഭയിൽ ദൈവം കൊണ്ടു നിർത്തും നമ്മളെ. ഹല്ലേലൂയ, ആമേൻ. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരു ദൈവപൈതലിന് അതാണ് വേണ്ടത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു 2 ദിവസത്തിന് മുന്നേ എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരമുണ്ടായി ഒരു വിഷയത്തെക്കുറിച്ച്. അപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം, കാരണം എവിടെയും അങ്ങനെ പ്രതികരിച്ചുള്ള ശീലമില്ല എനിക്ക്. എന്നുവെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അങ്ങനെ തന്നെ, പെട്ടതിന് ശേഷം അങ്ങനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സഹിക്കും. അപ്പം ഞാൻ ഒരു വിഷയത്തിൽ ഞാനിങ്ങനെ കുറേ സഹിച്ച്, അപ്പം ഞാൻ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ. അപ്പം പ്രാർത്ഥിക്കുമ്പം ദൈവം എന്നോട് പറഞ്ഞു, അവനവൻ വിതയ്ക്കുന്നത് കൊയ്യും, അറുക്കും. അപ്പോൾ നീ ഇപ്പം വിഷമിക്കണ്ട, അവർ എന്താണോ വിതച്ചിരിക്കുന്നത് അത് കുറച്ച് നാൾ കഴിയുമ്പം ഒരു ഫലം കൊണ്ടുവരും, അല്ലേ? അത് മുളയ്ക്കുമല്ലോ. ആ വിതച്ചത് മുളച്ച് വലുതായി അതിനൊരു ഫലം ഉണ്ടാവും. അതിന് സമയമെടുക്കും. വിതച്ച ഉടനെ ഫലം കിട്ടത്തില്ലല്ലോ. ഇപ്പം വിതച്ചതേ ഉള്ളൂ. അവരെന്ത് ചെയ്തു? അവരെ നാവാൽ വിതച്ചു. ഇനി ഇത് എന്താണ്, മുളച്ച് വളർന്ന് ഫലം കൊടുക്കും, സമയമെടുക്കും. അപ്പം എന്താണോ അവർ വിതച്ചത് അത് തന്നെ മുളച്ച് ഫലമായിട്ട് വരും. കിട്ടിയോ?
അപ്പം അത് നിമിത്തം ഇപ്പം നീ എന്ത് ചെയ്യണം? മൗനമായിരുന്ന് ഇതിനെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പം ആ ഡ്യൂട്ടി ആരാ ചെയ്യുന്നത്? ദൈവമാ ചെയ്യുന്നത്. ദൈവം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഞാൻ എടുത്ത് ചുമക്കേണ്ട കാര്യം ഇല്ല. നമ്മളിവിടെ കേൾക്കണം, ഇവിടെ വിട്ടിട്ട് പോയിട്ടിരിക്കും അല്ലേ? അപ്പം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച, എന്നെ പഠിപ്പിച്ച, എന്നെ തിരുത്തിയ ഭാഗമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഭാരം ചുമന്നുകൊണ്ട് കിടന്നേന്. വളരെ സിമ്പിളായിട്ട് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. നമ്മളെ മനസ്സ് കിടന്ന് എന്താണ് ഡിപ്രഷൻ ആകത്തില്ല. നമ്മൾ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവം പറയുന്നു നമ്മുടെ സമാധാനം ദൈവമാണ്. ദൈവം പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. അപ്പം ദൈവം നമുക്ക് തരുന്ന സമാധാനം അത് വലിയ സമാധാനം, ലോകത്തിന് തരാൻ പറ്റത്തില്ല. ഈ കാര്യമൊക്കെ ലോകത്തുള്ള ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുമോ? നമ്മളെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യം ലോകക്കാർ പറഞ്ഞു തരുമോ? നമുക്കെന്താണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം ദൈവം നമുക്ക് പറഞ്ഞു തരും. ദൈവത്തിന് തൻ്റെ മക്കൾ സമാധാനത്തോടെ മുന്നോട്ട് പോകണം, അതാണ് ഇഷ്ടം അല്ലേ? നമ്മളാണ് വെറുതെ അതൊന്നും ചിന്തിച്ച് സമാധാനക്കേടിലേക്ക് പോകുന്നത്. ദൈവം എന്ത് ചെയ്യുന്നത്? എൻ്റെ കൊച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോയിട്ടെന്ന് നമുക്ക് രഹസ്യങ്ങളെ പറഞ്ഞു തരും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മളെ ഏൽപ്പിക്കാൻ പ്രിയ മക്കളെ. നമുക്ക് ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, ഹല്ലേലൂയ.